ഏതാണ്ട് 70 അടുക്കുമ്പോഴാണ് ഡൽഹിയിലെ നമ്മുടെ സഭയുടെ ഒരു റെപ്രസെൻറ്റേഷൻ എത്തുന്നത്. തുടക്കത്തിൽ നമുക്കൊരു ചെറിയ ഒരു ഗ്രൂപ്പേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മുടെ വരുന്ന മെമ്പേഴ്സ് എല്ലാം പൊതുവേ സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു. പിന്നെയുള്ളത് ഫരീദാബാദിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ 2 ഗ്രൂപ്പാണെന്ന് ഡൽഹിയിലുണ്ടായിരുന്നത്. അപ്പം ആദ്യകാലങ്ങളിൽ ഒരു ചെറിയ ഗ്രൂപ്പ് നമ്മുടെ ഒരു കുർബാന ഡൽഹിയിൽ തന്നെ വേണം എന്നൊരു ആഗ്രഹിച്ച ഒരു ചെറിയൊരു ഗ്രൂപ്പ് അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അന്ന് നമുക്കവിടെ പള്ളിയോ സ്ഥലങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അടുത്ത ഒരു ആംഗ്ലിക്കൻ ചർച്ചിൽ, റെഡ് ഫോർട്ടിനടുത്തുള്ള ഒരു ആംഗ്ലിക്കൻ ചർച്ചിൽ നമുക്ക് സെക്കൻഡ് സർവീസ് നടത്താൻ വേണ്ടിയുള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു പള്ളി എന്നൊരു ആശയം അവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ അന്നത്തെ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തു. നമുക്കൊരു സ്ഥലം ഹോസ്ഖാസിൽ അലോട്ട് ചെയ്ത് കിട്ടി. അവിടെ ഒരു കോളനിയുടെ ഒരു മൂലയ്ക്ക് നല്ല ഒരു സ്ഥലം നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടി. ഉടനെ തന്നെ നല്ലൊരു ആർക്കിടെക്റ്റിനെ നിയമിച്ചു. ആ പള്ളിയുടെ പണി തുടങ്ങി. വേഗം തന്നെ ഒരു 18 months കൊണ്ട് അതന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. വളരെ മനോഹരമായ ഒരു ദേവാലയം ഇന്നും അതിൻ്റെ പ്രൗഢി അതുപോലെ ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ പള്ളികളുടെ മാതൃക മാത്രം കൂടാതെ മറ്റ് വിദേശത്തുള്ള പള്ളികളും എല്ലാം കൂട്ടി ഒരു സമന്വയം ഉണ്ടാക്കിയ ഒരു പള്ളിയായിരുന്നു അന്ന്. ചെറുതാണ്, 2 നിലയിലാണ് പണിതിരുന്നത്. മുകളിലത്തെ നിലയിൽ പള്ളിയും താഴത്തെ നിലയിൽ ഒരു ചെറിയ ഹാളും ഇതാണ് വിഭാവന ചെയ്തിരുന്നത്. ആ പള്ളി കംപ്ലീറ്റിന് ശേഷം ആളുകൾ അറിയുകയും പല ആളുകളും അങ്ങോട്ട് വരാൻ തുടങ്ങുകയും ചെയ്തു. അന്ന് വരെ നമ്മുടെ ഈ ഡൽഹിക്കൊരു ഭദ്രാസനം ഉണ്ടായിരുന്നില്ല. അത് മറ്റ് ഭദ്രാസനങ്ങളുടെ അടിയിൽ ബാഹ്യ കേരള ഭദ്രാസനം എന്നുള്ള ഒരു ഭദ്രാസനത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഡൽഹിയിൽ ഈ പള്ളിയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഒരു ഭദ്രാസനത്തിൻ്റെ ഒരു ഐഡിയ അവിടെ. ഡൽഹിക്ക് തന്നെ ഒരു ഭദ്രാസനംകാരം നമ്മുടെ തലസ്ഥാനമാണ്. അങ്ങനെ നമ്മുടെ സഭ നമ്മുടെ പ്രഗത്ഭനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിനെയാണ് ആദ്യമായി അവിടെ തിരുമേനിയായിട്ട് വിട്ട് അദ്ദേഹത്തിന് തിരുമേനി പദം കിട്ടുകയും അദ്ദേഹം ഡൽഹിയിലേക്ക് വരികയും ചെയ്തു. ഒരു ചിന്തകനും അന്ന് തന്നെ ഒരുമാതിരി ലോകത്തിലെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വന്ന ഉടനെ തന്നെ പ്രധാനമായ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം നമ്മുടെ ഒരു പ്രസൻസ്, ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ലോകത്തിലുള്ള മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മുടെ ചിന്താഗതി എന്താണെന്നും നമ്മളൊരു നാഷണലിസ്റ്റ് ചർച്ചാണെന്നും ഉള്ള വിവരങ്ങൾ ഡൽഹിയിലെ ജനതയെ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ജനതയിൽ അറിയിക്കുക എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നില്ല. അന്ന് പലരുടെയും വീടുകളിലാണ് അദ്ദേഹം കുറേ നാൾ താമസിച്ചിരുന്നത്. ആദ്യം താമസിച്ചതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബർന്നബാസ് തിരുമേനിയുടെ ബ്രദർ ഒരു കെ പൗലോസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുൽമോഹർ പാർക്കുള്ള വീട്ടിലാണ് ആദ്യത്തെ ഓഫീസ് വെച്ച് തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെൻറ്റർ ഉണ്ടാകണം എന്നുള്ളൊരു ധാരണയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പ്രധാനമായും നമ്മളെ പറ്റിയുള്ള ആളുകളെ മനസ്സിലാക്കുക, ഡൽഹിയിൽ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി നമ്മളെപ്പറ്റി ഒരു സംസ്കാരം, നമ്മുടെ ഓർത്തഡോക്സ് സംസ്കാരം അവിടെ നമ്മൾ പറയുക എന്നുള്ള ധാരണയായിരുന്നു തിരുമേനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഹോസ്ഖാസ് പള്ളിയിൽ പണിത് കഴിഞ്ഞു, ആളുകൾ കൂടുതൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ഒരാശയം വന്നു, നമുക്ക് നമ്മുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ധാരണ ഉണ്ടായ ഒരു സ്കൂള് തുടങ്ങണം എന്നുള്ളൊരു നഴ്സറി സ്കൂള് ആരംഭിച്ചു. വളരെ ചെറിയതായിട്ട് സ്കൂളിൻ്റെ ഹാളിൽ തന്നെയാണ് തുടങ്ങി. 2-3 ക്ലാസ് 2-3 ഡിവിഷനുമായിട്ട് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു TC മത്തായി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ അവിടത്തേക്ക് അപ്പോയിൻമെൻറ്റ് ഇത് വന്നു. അച്ഛനൊരു പുരോഗമനവാദിയായിരുന്നു. കാര്യം സഭയുടെ വളർച്ചയ്ക്കും സഭയെപ്പറ്റി മനുഷ്യരും ലോകത്തിൽ ആ ചുറ്റുപാട് ആളിൽ അറിയണമെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം. അതിൻ്റെ ബെസ്റ്റ് ഒരു ചാലകശക്തി ഒരു സ്കൂളായിരിക്കും എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ സ്കൂൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഉത്സാഹം വന്നത്. പലർക്കും അതിനെപ്പറ്റി അത് നടക്കുമോ നടക്കത്തില്ലയോ, ഡൽഹിയിൽ ഇത്രയും സ്കൂളും ഉള്ള സമയത്ത് നമ്മൾ ചെറുതായിട്ടൊരെണ്ണം തുടങ്ങിയാൽ എന്താകും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഇച്ഛാശക്തിയും പിന്നെ ആളുകളോടുള്ള അടുപ്പവും എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് ആവശ്യത്തിനുള്ള ധനസമ്പാദനം നടത്തി മറ്റൊരു ഔട്ട്സൈഡ് ഹെൽപ്പ് ഇല്ലാതെ അദ്ദേഹം ആ സ്കൂൾ തുടങ്ങി. പടിപടിയായിട്ടത് വളർന്നു. ഇന്നതൊരു ഡൽഹിയിലെ ഒരു ഉന്നത ശ്രേണിയിലൊരു സ്കൂളായിട്ട് മാറി. അവിടെ നിന്നുള്ള അവിടുത്തെ പേരൻസും 10,000 പേരൻസും അവരുടെ ബന്ധുക്കളും അഡ്മിഷനും ഇങ്ങനെ വന്നാണ് നമ്മളെ സഭയെപ്പറ്റി ആദ്യമായൊരു ധാരണ അവിടുത്തെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മളെന്താണെന്നും ഓർത്തഡോക്സ് സഭ എന്താണെന്നും
ഇത് ഒരു കത്തോലിക്ക സഭയല്ല, അല്ലെങ്കിൽ മറ്റ് സഭകളല്ല എന്നൊരു ധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതുകൊണ്ട് അനുബന്ധിച്ച് തന്നെ വേറെ ഒരു പള്ളി കൂടെ വേണം. കാര്യം അന്നത്തെ ജനക്പുരി എന്ന ഏരിയയിലൊരു ഡൽഹിയുടെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് വന്നു. അപ്പോൾ അവിടെ ഒരു കോളനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളനിക്ക് വേണ്ടി സ്ഥലം എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഫ്ലാറ്റ്സ് ആയതുകൊണ്ട് വളരെ വിലക്കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ ജോലിക്ക് വന്ന അനേകം ആളുകൾ അവിടെ പോയി ഫ്ലാറ്റുകൾ വാങ്ങിച്ചു, പലരും വസ്തുക്കൾ വാങ്ങിച്ച് വീട് വെച്ചു, ചെറിയ പ്ലോട്ട് വാങ്ങിച്ച് വീട് വെച്ചു. അപ്പോൾ അവരെല്ലാം കൂടി നമുക്ക് അവിടെ ഒരു പള്ളി വേണം എന്നൊരു ധാരണ വന്നാണ് ആദ്യത്തെ നമ്മുടെ സാം ഗബ്രിയേൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ പള്ളി എത്രയും വേഗം പെട്ടെന്ന് തന്നെ പണിതു. ആ പള്ളിയിലേക്ക് നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനി അതിൻ്റെ ബാൽക്കണി ഒരു ഓഫീസാക്കി അദ്ദേഹം അങ്ങോട്ട് മാറുകയും ചെയ്തു. അവിടെ ഇരുന്നാണ് അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സെൻറ്ററിനെ പറ്റിയുള്ള വർക്ക് തുടങ്ങിയത്. അപ്പോൾ അതനുസരിച്ച് വേഗം ഒരു കട്ടകം അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ബൈസൈൻറ്റൈൻ സ്റ്റൈൽ തിരുമേനിയുടെ പേഴ്സണൽ നമ്മുടെ പുരാണമായ ഒറിജിനൽ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്റ്റൈലിൽ ഒരു പള്ളി, ഒരു സെൻറ്റർ, ഓർത്തഡോക്സ് സെൻറ്റർ വേണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചത്. അല്ല, അദ്ദേഹത്തിൻ്റെ ധാരണ അതായിരുന്നു. അതനുസരിച്ച് ആർക്കിടെക്റ്റിനെയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി ആ ഒരു കോംപ്ലക്സ് സമുച്ചയം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ലാൻഡ് അലോട്ട് ചെയ്തപ്പോൾ തന്നെ പല പ്രശ്നങ്ങളുണ്ടാക്കി. നമുക്ക് ലാൻഡ് അലോട്ട് ചെയ്ത് കിട്ടിയപ്പോഴാണത് അവിടെ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി, ബത്ര ഹോസ്പിറ്റലിന് വേണ്ടി ലാൻഡ് അലോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ നമ്മളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വളരെയധികം ശ്രമം നടത്തി. പക്ഷേ നമ്മൾ അതിനു മുമ്പ് തന്നെ പരുമലയിൽ നിന്ന് നമ്മൾ മണ്ണുകൊണ്ട് നമ്മുടെ അതിൻ്റെ അടിസ്ഥാന ഇട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാരണം നടന്നു കഴിഞ്ഞതുകൊണ്ട് അത് മാറാൻ പറ്റില്ല എന്നൊരു ധാരണ ഗവൺമെൻറ്റും ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം നോക്കുകയാണെങ്കിൽ ബത്ര ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും കണ്ണായ മൂലയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നത്. അതിനുശേഷം അവിടുന്ന് പിന്നെ പല പള്ളികളും വന്നു. രോഹിണിയിൽ നമുക്കൊരു സ്ഥലം കിട്ടി. അവിടെ നമുക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ലോക്കലിൽ നിന്നുണ്ടായിരുന്നു. കാര്യം ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ അവിടെ വന്നാൽ അവർ സെമിത്തേരി ഉണ്ടാക്കും, അവിടെ കൊണ്ട് നമ്മുടെ ആളുകളെ കുഴിച്ചിടും, അവർക്ക് പല പ്രശ്നം കോളനി നടക്കാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അതൊന്ന് ബാബാ തിരുമേനി നമുക്ക് കല്ലിടാനുള്ള ദിവസം രാത്രി ആ പ്ലോട്ട് കംപ്ലീറ്റ് അവിടുത്തെ ലേഡീസിനെ കൊണ്ട് ഓക്കുപ്പൈ ചെയ്യിച്ചു. എല്ലാ സ്ത്രീകളെ, അവരുടെ വീടുകളിലുള്ള സ്ത്രീകളെ കൊണ്ട് ആ കംപ്ലീറ്റ് പ്ലോട്ട് രാത്രിക്ക് രാമാനം അവർ ഓക്കുപ്പൈ ചെയ്തു. അപ്പോൾ രാവിലെ ബാബ കല്ലിടേണ്ടതുകൊണ്ട് അത് അറിഞ്ഞ തിരുമേനിയും 3-4 പേരും കൂടി എല്ലാവരും കൂടി പോയി അവിടുത്തെ നമ്മുടെ ചീഫ് മിനിസ്റ്ററെ പോയി കണ്ടു. അന്നത്തെ BJP ഗവൺമെൻറ്റാണെന്ന്. അദ്ദേഹം വളരെ ഒരു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ന്യായമായി ഗവൺമെൻറ്റിൽ നിന്ന് അലോട്ട് ചെയ്ത ഒരു പ്ലോട്ടാണ്, അവിടെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അത് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ലോക്കൽ ഒരാളോട് സംസാരിച്ച് 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, വേഗം അവിടുന്ന് ആംഡ് ഫോഴ്സിനെ അവിടെ വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഫോഴ്സ് എല്ലാം വന്ന് ചുറ്റും നിന്നു. അവിടുത്തെ സ്ത്രീകളെല്ലാം സമാധാനത്തോടെ അവർ തിരിച്ചു വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ കല്ലിട്ടു. അവിടെ ഇപ്പോൾ രോഹിണി പള്ളി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു വലിയ സ്ഥാപനങ്ങളും അവിടെ ഉണ്ടാക്കി അത് നിൽക്കുന്നു. അതിനുശേഷം നമുക്ക് പല പള്ളികളും ഉണ്ടായി. നമുക്ക് പിന്നെ ഇവിടെ ഈസ്റ്റ് ഡൽഹിയിൽ വന്നു, നോയിഡയിൽ വന്നു, 12 പള്ളികളിലും നമുക്ക് ആയിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ പള്ളികളുടെ കൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്നൊരു ഐഡിയ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തതിന് ശേഷം ഫിലിക്സിനോസ് തിരുമേനിയാണ് വന്നിരുന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറായിരുന്നു. കാര്യം ഒരു കോളേജ് പഠിപ്പിച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം. അതിൻ്റെ വില അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ഒരുപാട് ശ്രമിച്ചാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതിൽ നമ്മുടെ എല്ലാ അച്ഛന്മാരും, അന്നുണ്ടായിരുന്ന അച്ഛന്മാരെല്ലാം അതിനുവേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ MC പൗലോസ് അച്ഛനുണ്ട്, ഷാജി മാത്യു അച്ഛനുണ്ട്, പല അച്ഛന്മാരും അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം ഫിലിസ്തീനോസ് തിരുമേനി വരുന്നതിന് മുമ്പ് തന്നെ ഒരു മേജർ ഡെവലപ്മെൻ്റ് ആയിരുന്നു നമ്മൾ ഒരു ശാന്തിഗ്രാം, നമ്മുടെ ഒരു ഔട്ട്റീച്ച് സെൻറ്റർ ഹരിയാനയിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അന്ന് അവിടെ പോയി നമ്മൾ 65 ഏക്കർ വസ്തു വാങ്ങിച്ചു. പകുതി സെൻറ്റ് പോൾ സ്കൂളിൻ്റെ വകയായിട്ടും പകുതി നമ്മുടെ സെൻറ്ററിൻ്റെ വകയായിട്ടുമാണ് അത് വാങ്ങിച്ചത്. അവിടെ നമ്മൾ ഒരു സ്കൂളും ഒരു ചെറിയ ഹോസ്പിറ്റലും തുടങ്ങി, ചെറിയ റിട്രീറ്റ് സെൻറ്റർ, അങ്ങനെ പല കൃഷി നടത്തുക, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്കും നമ്മുടെ തിരുമേനിക്ക് ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് അധികം മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. സ്കൂള് ഒരുവിധം ഉണ്ടാക്കി, ഹോസ്പിറ്റലിന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കി, ബാക്കി താമസിക്കാനുള്ള ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് മുമ്പോട്ട് പോയില്ല.
അടുത്ത കാലത്ത് അത് സെൻറ്റ് പോൾ സ്കൂൾ ഏറ്റെടുത്തു. അത് ഭംഗിയായി നടക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ്. പിന്നെ അതിനിടയ്ക്കാണ് നമ്മുടെ ഒരു ആദ്യകാലങ്ങളിൽ തന്നെ ഫരീദാബാദിൽ നമുക്കൊരു പ്ലോട്ട് കിട്ടി. അവിടെ ഒരു പള്ളി പണിയാൻ സാധിച്ചു. അതിന് ഒരു TA ജോൺ സാറുണ്ടായിരുന്നു, മുത്തൂറ്റ് M ജോർജ്, അവരെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ പള്ളി അവിടെ പണിത്. അതൊരു വലിയൊരു പള്ളിയായി. അതിനും ഒരു സ്കൂൾ അവിടെ വന്നു. ഒരുപാട് നമ്മുടെ കുട്ടികൾക്ക്, എസ്പെഷ്യലി അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് അധികം സാമ്പത്തിക ശക്തിയുള്ള ആളുകളായിരുന്നില്ല എന്നവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്കെല്ലാം ഒരു സ്കൂളും മറ്റ് സഹായങ്ങളും ശ്രമിക്കത്തക്കവണ്ണം അവിടെ ഒരു പള്ളി വന്നു. അങ്ങനെ അവിടെ ഡൽഹി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആയാനഗറിലൊരു പുതിയ സ്കൂൾ വന്നു. അതും വലിയൊരു പെട്ടെന്ന് നമ്മുടെ സ്കൂളിനെ പറ്റി ഒരു ക്രെഡിബിലിറ്റി, പൊതുവേ നമ്മളെ സഭ എന്താണെന്നും നമ്മുടെ വിചാരധാര എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. നമുക്കൊരു വലിയൊരു മേജർ കോൺട്രിബ്യൂഷനുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പറ്റി ഡൽഹി ജനതയ്ക്ക് വളരെ ബഹുമാനമാണ്. നമ്മുടെ ശീലാദീക്ഷിത്തുള്ള സമയത്തൊക്കെ എന്ത് കാര്യങ്ങൾക്ക് വിളിച്ചാലും അവർ വരികയും നമ്മളെ 100% സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണ് നമുക്കുണ്ടായത്. അതെല്ലാം ഈ ഒരു തിരുമേനിമാരുടെയും അതിനുശേഷം ദമോത്രിയോസ് തിരുമേനി വന്നു. ഈ തിരുമേനിമാരുടെയും അചഞ്ചലമായ വിശ്വാസവും പ്രയത്നവും അനേകം അച്ഛന്മാരുടെ ദീർഘകാലത്തെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്രയും സാധിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ അൽമായക്കാർ, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഒരു KK പൗലോസിൻ്റെ കാര്യം പറഞ്ഞു, ഇദ്ദേഹം ഇന്നില്ല. അതുപോലെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സ്വന്തം സമയവും പണവും ചിലവാക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഓർമ്മ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. അവരൊന്നും ഒരുപാട് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ജനറേഷൻ ഇത് നോക്കി നടത്തി വളർത്തിക്കൊണ്ട് നമുക്കിനിയും വളരാനുള്ള വളരെ സാധ്യതയുണ്ട്. കാര്യം ഡൽഹി മാത്രമല്ല, നമുക്ക് വേറെ 10-20 സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയെല്ലാം ഇതുപോലെ സ്കൂളുകൾ, ഇപ്പോൾ കോൺപൂരിലൊരു സ്കൂളുണ്ട്, മീററ്റിലൊരു സ്കൂളുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് ദൈവം നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.